ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നിങ്ങളിതാ ഇത് കണ്ടതുപോലെ തന്നെ ഭയങ്കര ഒരു അതിഗംഭീരമായിട്ടുള്ള അടിയാണ് ഇവിടെ കാണുന്നത്. ബിബിയിൽ ഭയങ്കര അടിയാണ് കാണുന്നത്. ആര്യനും അതുപോലെ അനുവും തമ്മിലാണ് അടി ഉണ്ടാകുന്നത്. നല്ല അടി കൊടുക്കുന്നുണ്ട്. അടിച്ച് ആര്യൻ മിക്കവാറും പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. പുറത്ത് പോകാനാണ് കൂടുതലായിട്ട് ചാൻസ്. എന്താ ചോദിച്ചാൽ ജിസേലും ആര്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അനു അവിടെ പരാമർശിക്കുന്നത്. ജിസേൽ നമ്മൾ കണ്ടതാണ്. അനു രാത്രിയിൽ ഒരു 2 മണി ആ സമയത്ത് റൂമിൽ കയറിയിട്ട് അവളുടെ കിറ്റ് എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ആര്യനും അതുപോലെ തന്നെ ജിസേലും ഒരു ബെഡിൽ ഒരു പുതപ്പിനുള്ളിൽ കിടക്കുന്നതായിട്ട് കണ്ടതാണ്. ഭയങ്കര മോശമായിട്ടുള്ളൊരു രീതിയിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് തന്നെയാണ് അനുമോളിപ്പോൾ ചോദ്യം ചെയ്യുന്നതും. നിങ്ങളുടെ ഇത് ശരിയല്ല എന്നുള്ള തരത്തിൽ പുറത്ത് അങ്ങനെയുള്ള എല്ലാവരും അറിയട്ടെ എന്നുള്ള തരത്തിലാണ് കാണുന്നത്. അപ്പം നന്നായിട്ട് അടിക്കുന്ന ഒരു സീനാണ് എല്ലാവരും കണ്ടത്. ഈ ഒരു കാര്യത്തിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുകയല്ലാതെ യാതൊരു ഇതുമില്ല. ആര്യനും ജിസേലും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനത്തെ ആണെങ്കിലും അത് പുറത്ത് കാണുന്നവർക്ക് അത് വേറൊരു രീതിയിലായിരിക്കും കാണുന്നത്. അത് അനുമോൾ പറഞ്ഞത് 100% കറക്റ്റാണെന്ന് തന്നെയാണ് ഈ ഒരു ഇതെന്ന് മനസ്സിലാവുന്നത്. ജിസേലിൻ്റെയും ആര്യൻ്റെയും ആ നടത്തിപ്പും ഭാവവും കാണിച്ചു കൂട്ടലൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ആര്യനും അനുവും തമ്മിൽ എന്തോ ഒരു ഇതുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു നേരത്തെ ഗോസിപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആര്യൻ പറയുന്നത് ജിസേൽ തൊടുന്നതും ഇതൊന്നും അനുമോൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അനുമോൾ ഇത്രയും ജിസേലുമായിട്ട് ഞാൻ അടുത്തിരിക്കുമ്പോഴും ഇതാകുമ്പോഴൊക്കെ അനുമോൾക്ക് ഇത്രയും ദേഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലത്തെ ഒരു ജയിൽ ടാസ്കിൽ പറയുന്നത് കേട്ടോ. എന്തായാലും പൊരിഞ്ഞ അടി അവിടെ നടക്കുന്നുണ്ട്. ഇതിൽ അനുമോളെ അടിച്ച് ആര്യൻ പുറത്തേക്ക് പോയി എന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഓരോ സീനും എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ടുള്ള അടിയാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ആര്യൻ പുറത്ത് പോകാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ നൂറയും റെനയും തമ്മിലൊരു ഇതുണ്ടായിരുന്നു, വാക്ക് തർക്കം ഉണ്ടായിരുന്നു. അതിനകത്താണെങ്കിൽ റെന ലാസ്റ്റ് കരയാണ്. നൂറയുടെ വാക്കുകൾ കേട്ടിട്ട് റെന കരയാണ്. റെന കരയുന്ന സമയത്ത് പിന്നെ ഓടിപ്പോയിട്ട് നൂറ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ നേരത്തെ എൻ്റെ ഫ്രണ്ടായിരുന്നു, പക്ഷേ നിൻ്റെ ഓരോ വാക്കുകളും എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലായതുകൊണ്ടാണ് ഞാനും അങ്ങനെ സംസാരിച്ചത്, അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വർത്താനവും കാര്യങ്ങളൊന്നും ആദിലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആദില നൂറയോട് പറയുന്നുണ്ട്, ബേബി ഇത് പറഞ്ഞത് ഒരിക്കലും ശരിയായില്ല, നമ്മളൊരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കണം, അല്ലാതെ അവൾ കരഞ്ഞു കാണിക്കുമ്പോഴേക്കും ഓടിപ്പോയിട്ട് നീ സോറി പറയേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആദില നൂറയോട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെയൊക്കെ എപ്പിസോഡ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിഗംഭീരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ്. എന്തായാലും ഈ ഒരു ബി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും ആദിലും നൂറയും എന്താ പറയുക, രണ്ട് തട്ടിലാവാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് എന്നാണ് ഈ ഒരു ഇതൊന്ന് കാണാൻ കഴിയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്രാവശ്യത്തെ ബി ഒരാൾക്കും കണ്ടിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ഇതാണ്. ഇപ്പോൾ നൂറയും ആദിലും തമ്മിലുള്ളൊരു ബന്ധമെടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള പിള്ളേർ ബിഗ് ബോസ് കാണുന്ന സമയത്ത് ഇവർ തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ യാതൊരു ഉത്തരവും ഇല്ല. അവർക്ക് എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടാറില്ല. ഓരോ പേരൻസിൻ്റെയും അവസ്ഥ അതായിരിക്കും. ഫ്രണ്ട്സിൽ നിന്നാണോ വേറെ എന്തെങ്കിലും പറയണോ എന്നുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടുന്നില്ല. അവരുടെ ബിഹേവിയറും ഇതൊക്കെ അങ്ങനെയാണ്. പക്ഷേ അവരുടെ ഇതൊക്കെ എടുത്ത് നോക്കുന്ന സമയത്താണെങ്കിൽ ഓൾമോസ്റ്റ് അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും മറ്റുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ആദിലും നൂറയും കുഴപ്പമില്ലാതെ തന്നെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 2-3 ദിവസത്തെ എപ്പിസോഡിലൊക്കെ നൂറ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. പമ്മി ഇരുന്നിട്ട് ആദിലയായിരുന്നു ആദ്യം സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നൂറയുടെ സൗണ്ടാണ് ഇപ്പോൾ പുറത്ത് കേൾക്കുന്നത്. ആദിലിപ്പോൾ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നൂറയാണ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്. പൂച്ചയെ പോലെ ഇരുന്ന ആളിപ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് ചീറ്റപ്പുലിയെ പോലെയാണ് ഇപ്പോൾ കാണുന്നത് ഓരോ ഇതെടുത്ത് നോക്കുന്ന സമയത്ത്. എന്തായാലും ബേബിയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ ബിബിയിലെ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.